നമസ്കാരം. ഇനി മുതൽ നമ്മുടെ നാട്ടില് ദൃശ്യം മോഡൽ, മാർക്കോ മോഡൽ എന്നൊക്കെ കേൾക്കുന്നത് പോലെ നെയ്യാറ്റിൻകര ഗോപൻ മോഡൽ, സമാധി മോഡൽ എന്നും കൂടി കേൾക്കേണ്ടി വരും. അങ്ങനെ ഒരു വല്ലാത്ത പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാടിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധി, ഇന്നലെ തന്നെ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചത്. കളക്ടർ അത് തുറക്കാൻ ഉത്തരവിട്ടതോടുകൂടി നമ്മൾ പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്നു. അതിപ്പോ തുറക്കും, എല്ലാ സത്യാവസ്ഥയും പുറത്താകുമെന്ന്. എന്നിട്ട് വല്ലോ നടന്നോ? ചില വിവരദോഷികൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നത്തിലൊന്നും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാത്തിലും കയറി നിന്നങ്ങ് തടസ്സം നിൽക്കും. ഇന്നലെ തന്നെ ഞാൻ കരുതിയിരുന്നത് ആ ഫാമിലിയെ ആര് സപ്പോർട്ട് ചെയ്യില്ലെന്നാണ്. കാരണം അവർ പറഞ്ഞ മുഴുവൻ കള്ളത്തരമാണ്. അവർ പറഞ്ഞത് ഒന്നും തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സയന്റിഫിക്കലി ആണെങ്കിലും വിശ്വാസപ്രകാരമാണെങ്കിലും സ്പിരിച്വലി നോക്കിക്കഴിഞ്ഞാലും അവർ പറഞ്ഞത് ഒന്നും തന്നെ അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. മൊത്തം കള്ളത്തരമാണെന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവരെ ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അവർ മാത്രം അവിടെ കിടന്ന് പ്രതിഷേധിക്കത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അവരെ സപ്പോർട്ട് ചെയ്യാനും ആളെത്തിയേക്കാണ്. ഏതോ ഹിന്ദു ഐക്യവേദിയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 5-6 പേര് അവിടെ വരുന്നു, പോലീസുകാരെ തടയുന്നു, അവിടെ മുദ്രാവാക്യം വിളിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഏതോ ഒരു വക്കീലും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്ന കാര്യം നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അങ്ങേര് പറയുന്നത്. അയാൾ പഠിപ്പും വിവരമുള്ള വ്യക്തിയല്ലേ. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ കഷ്ടമാണ്. ഇതുപോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വിഭാഗത്തെ മുഴുവനായിട്ട് നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളെ മൊത്തത്തിൽ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ രണ്ട് മക്കളും വളരെയധികം ബുദ്ധിപൂർവ്വമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തെ ഡയറക്റ്റ് ചെയ്ത് വേറൊരു ദിശയിലേക്ക് അവർ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആ 2 മക്കളും അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നതിനിടയിൽ അതിലൊരുത്തൻ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറയുന്നത് കണ്ടു, ഇതിനകത്ത് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണ് പോലും. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കുമാണ് പ്രശ്നം, ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ആര് പറഞ്ഞു? 90%, 99% വരുന്ന ഹിന്ദുക്കൾക്കും ഈ വിഷയത്തിലെ സത്യാവസ്ഥ അറിയണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് മുസ്ലിങ്ങളെ അതിനകത്തോട്ട് വലിച്ചിട്ടേക്കുന്നു. എന്തിന്റെ ആവശ്യത്തിന്? അതിനകത്ത് മുസ്ലിങ്ങൾ എന്ത് ഇൻവോൾവ് ചെയ്തു? എന്തിനാണ് ഇതിനകത്ത് ജാതിയും മതവും വലിച്ചിടുന്നത്? ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പോലീസിനെ സമീപിച്ചത് അവിടെയുള്ള നാട്ടുകാരാണ്. ആ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. നാട്ടുകാരെല്ലാം പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ മാധ്യമങ്ങളോട് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം തുറന്നു പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് ഈ കാര്യത്തിലെ സത്യാവസ്ഥ അറിയണം, ഞങ്ങളുടെ അയൽവക്കത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയണം. അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. പക്ഷേ ഇവിടേക്ക് മതത്തെ വലിച്ചിട്ടിട്ട് അവർ ബുദ്ധിപൂർവ്വമാണ് പ്രവർത്തിക്കുന്നത്. മതത്തെ വലിച്ചിടുമ്പോഴേക്കും അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകും, മതവികാരം വ്രണപ്പെടുന്നു, മറ്റുള്ള മതത്തിൻ്റെ ഉള്ള ആൾക്കാർ ഇതിനകത്തേക്ക് ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് തുറക്കാതിരിക്കാനുള്ള പരിപാടിയാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കാണ് മറച്ചു വെക്കാനുള്ളത്. ഇവർ സത്യസന്ധരാണ് എന്നുണ്ടെങ്കിൽ ഇവർ ഈ രീതിയിലായിരുന്നില്ല പ്രവർത്തിക്കേണ്ടത്. പിന്നെ പറയുന്നു ശക്തി നഷ്ടപ്പെടുമെന്ന്. സാധാരണഗതിയിൽ ഒരു മനുഷ്യ ശരീരത്തിലെ ശക്തി എന്താണ്? ആ മനുഷ്യന്റെ ആത്മാവാണ്. ആ ആത്മാവില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ശക്തിയാണ് ഒരു മനുഷ്യനുള്ളത്? ഇവർ ഈ ശക്തി എന്ന് പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുന്നത് ഇയാൾ കണ്ടത്രേ, മകൻ കണ്ടത്രേ. അപ്പൊ അത്രയും മഹാനുഭാവനാണോ ആ ജീവിച്ചിരിക്കുന്നത്? ദൈവത്തിന് പോലും ആ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സൂപ്പർ പവർ ഉള്ളവരെ ഇവിടുന്ന് തന്നെ നാട് കടത്തി വല്ല നാസയിലേക്കും പറഞ്ഞു വിടാം, അവർ പഠിക്കട്ടെ. ആ മക്കൾ ഇന്നലെ കാണിച്ച ഒരു നാടകീയ രംഗങ്ങൾ നിങ്ങൾ കണ്ടായിരുന്നോ? പേക്കൂന്ന് നിങ്ങൾ കണ്ടായിരുന്നോ? മക്കൾ മാത്രമല്ല, ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയും, അവർ പ്രായമുള്ളൊരു സ്ത്രീയാണ്. അപ്പൊ അവരത്രയും വലിയ നിലവിളിക്കുമ്പോൾ നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ പിന്മാറണം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹിന്ദുക്കളുടെ പേരും പറഞ്ഞ് ഹിന്ദു ആചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ കാണിക്കുന്ന പ്രവൃത്തി ശരിയാണോ? ഈ ഒരു കാര്യത്തിൽ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ആരും യോജിക്കില്ല. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെയുള്ള ഒരുപാട് സംഭവം ആവർത്തിക്കും. അവിടെ നിന്ന് ഒരു വക്കീലാണെന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു മാധ്യമങ്ങളോട്. അയാൾ പറയുവാണ്, ഇത് സമാധി ഒന്നുമല്ല, മക്കൾ 3 നേരം പൂജിക്കുന്ന സ്ഥലമാണ്. ഒരു കോൺക്രീറ്റ് സ്ലാബും അങ്ങോട്ട് കെട്ടി, ഒരു സംഭവം എല്ലാം കൂടെ അങ്ങോട്ട് കെട്ടിയിട്ട് അതിന്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് പൂവിട്ട് കുറച്ച് മാലയും ഇട്ട് അതിന്റെ മണ്ടയ്ക്ക് ഒരു വിളക്ക് വെച്ചപ്പോഴേക്കും അത് പൂജിക്കുന്ന സ്ഥലമായി. എന്നാൽ നാളെ മുതൽ എല്ലാവരും ഇനി അങ്ങനെ ചെയ്യാം. നാളെ മുതൽ വീട്ടിലെ വയസ്സായിട്ടുള്ള അച്ഛനെയും അമ്മയൊക്കെ മക്കൾ ഈ രീതിയിൽ വകവരുത്തിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോഴേക്കും അതും പൂജിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടപെടത്തില്ലല്ലോ.
ഇതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ വിചാരിക്കും ഇത് നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ്, പക്ഷെ ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, വളരെയധികം ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നിയമപ്രകാരം, ആ വക്കീലിനെ അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ നിയമപ്രകാരം ഇപ്പൊ ആ മനുഷ്യൻ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇപ്പൊ മിസ്സിംഗ് ആണെന്നേ നമുക്ക് കരുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കേസ് അന്വേഷിക്കുമ്പോൾ അതിനകത്ത് ഏത് മാർഗവും പോലീസുകാർക്ക് സ്വീകരിക്കാം. കോടതിയെ സമീപിക്കൂ അത്രേ, കോടതിയോട് അങ്ങോട്ട് ചെല്ല്, കോടതി ഇതേ ഉത്തരവായിരിക്കും പറയുന്നത്. പക്ഷെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഇങ്ങനെ നീണ്ടു പോവാണ്. സമയം നീണ്ടു പോകുന്തോറും തെളിവുകൾ നശിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഓരോ പ്രശ്നങ്ങളും പ്രതിഷേധവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇന്നലെ ഹിന്ദു ഐക്യവേദിയിൽ നിന്നാണെന്ന് പറഞ്ഞ് വന്ന ആൾക്കാർ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു, ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടാണ്, ഹിന്ദുക്കളെ തൊട്ടാൽ. ഈ കാര്യത്തിൽ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടൊന്നുമല്ല. എന്ത് വൃത്തികേടും കാണിച്ചിട്ട് എല്ലായിടത്തും ഹിന്ദുക്കളുടെ മണ്ടയ്ക്കോട്ട് അങ്ങ് ഇട്ടാൽ മതിയല്ലോ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ആരും സമ്മതിക്കില്ല. വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വേറെയുള്ള മതത്തിലെ ആൾക്കാരെ വലിച്ചിട്ടിട്ട് ശരിക്കും ഇവർ ആ ഒരു ഡയറക്ഷനിലേക്കാണ് കാര്യങ്ങൾ തിരിച്ചുവിടുന്നത്. മുസ്ലിങ്ങളാണ് ഇൻവോൾവ് ആവുന്നത്, മുസ്ലിങ്ങൾക്കാണ് പ്രശ്നം, മുസ്ലിങ്ങളാണ് കൊണ്ട് പരാതി കൊടുത്തത്. മുസ്ലിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നം? അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോരെ. ഇതിനകത്ത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും അത് ഹിന്ദുക്കളുടെ മാത്രം ആവശ്യമാണ്. കാരണം ഹിന്ദുയിസത്തെ തന്നെ അതിന്റെ കർമ്മങ്ങളെയും അതിന്റെ ആചാരങ്ങളെയും ഒക്കെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇവർ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആചാരമോ അനുഷ്ഠാനമോ ഒന്നുമല്ല, ഇത് അന്ധവിശ്വാസം തന്നെയാണ്. വിശ്വാസമാണ് എന്ന് പറഞ്ഞ് വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാണ് എന്തൊക്കെയോ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ മനുഷ്യൻ എന്ത് സംഭവിച്ചെന്ന് പോലും ആർക്കും അറിയില്ല. അഥവാ ആ മനുഷ്യൻ സമാധി ഇരുന്നതാണെന്നുണ്ടെങ്കിൽ നേരായ മാർഗത്തിൽ എന്തുകൊണ്ട് ചെയ്തില്ല? നാട്ടുകാരെ ഒന്നും വിവരം അറിയിക്കണ്ടായിരുന്നു. ശരിയാണ്, ആ ഒരു കാര്യത്തിൽ ശക്തി നഷ്ടപ്പെടും, നാട്ടുകാരറിഞ്ഞാൽ ശക്തി നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. നാട്ടുകാരെ ആരെ അറിയിക്കണ്ടായിരുന്നു? അവിടെ ബന്ധപ്പെട്ട അധികാരികളുണ്ടല്ലോ, പഞ്ചായത്ത് മെമ്പറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, അല്ലെങ്കിൽ പോലീസിലെ അധികാരികളുണ്ട്. ആരെങ്കിലും ഒരാളെ വിവരം അറിയിക്കാമായിരുന്നല്ലോ. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നു, അങ്ങനെ കുറെ ഹിന്ദു സംഘടനകളൊക്കെ ഉണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളെ അറിയിക്കാമായിരുന്നല്ലോ. വിവരം അറിയിക്കുക, ഇതുപോലൊരു കാര്യമുണ്ട്, ഇതുപോലൊരു ചടങ്ങുണ്ട് എന്നറിയിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? അതാണ് എൻ്റെ സംശയം. ആ ചോദ്യത്തിനാണ് നമുക്ക് ആദ്യം ഉത്തരം വേണ്ടത്. എന്തുകൊണ്ട് ചെയ്തില്ല? ഇനി അഥവാ ആ മനുഷ്യന്റെ നാച്ചുറലി അദ്ദേഹം പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം. കാരണം ഇത് ഇങ്ങനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ നാളെ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കും, ഉറപ്പാണ്. മതത്തിന്റെ പേരിൽ, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ ഇത്തരം സംഭവങ്ങൾ ഉറപ്പായിട്ടും ആവർത്തിക്കും. ഓരോ സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുമ്പോൾ ആ സിനിമ ഇറക്കാൻ പാടില്ല, ആ സിനിമയിലെ പോലെ ആൾക്കാർ അനുകരിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്ന ആൾക്കാർ തന്നെ ഇത്തരം സംഭവങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കഷ്ടമായിട്ട് തോന്നുന്നത്. ഇത്തരം സംഭവങ്ങളാണ് ആൾക്കാർ അനുകരിക്കുന്നത്, സിനിമയല്ല. സിനിമ കണ്ടല്ല ആൾക്കാർ അനുകരിക്കുന്നത്, റിയാലിറ്റിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ആൾക്കാർ കൂടുതലായിട്ടും അനുകരിക്കുന്നത്. അപ്പൊ അത് അനുകരിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പോലീസുകാർ കൃത്യമായിട്ട് ഇടപെടണം, കൃത്യമായിട്ടുള്ള നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നല്ല നല്ല നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പ്രകാരമാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിയമത്തിന് മുകളിലല്ല ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. നിയമത്തിന് മുകളിൽ ഒന്നും പോകാൻ പാടില്ല. അത് ആചാരമായിക്കോട്ടെ, മതമായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, അനുഷ്ഠാനങ്ങളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, നമ്മുടെ നിയമത്തിന് മുമ്പിൽ ഒന്നും പോകാൻ പാടില്ല. എല്ലാ നിയമത്തിന് താഴെ നിൽക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആചാരമാണ്, അനുഷ്ഠാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇത് ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരാണ് ഏറ്റവും വലിയ മണ്ടന്മാരെ, സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത്. ആ കുടുംബത്തിന്റെ ഭാഗത്ത് ഒരു ന്യായവും കാണാൻ സാധിക്കുന്നില്ല. അച്ഛൻ പോയെന്നോ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചെന്നോ ഉള്ള ഒരു വിഷമോ അവർക്ക് കാണുന്നില്ല. ശക്തി നഷ്ടപ്പെടും. ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് വേറെ ഏതോ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. തൊട്ടപ്പുറത്തൊരു ക്ഷേത്രം ഇവർ തന്നെ പണിഞ്ഞിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലോട്ട് ആരും കയറുന്നില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. നാട്ടുകാർ ആരും തന്നെ ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലാറില്ല. അപ്പൊ ഇങ്ങനൊരു കാര്യം കൂടി ആയി കഴിയുമ്പോൾ അച്ഛന് ശക്തിയുണ്ട് എന്നങ്ങ് പറഞ്ഞു പരത്തും. അങ്ങനെ ആൾക്കാർ വരും. ബിസിനസ് അല്ലേ, നല്ലൊരു വരുമാന മാർഗമല്ലേ. ഇതിനൊക്കെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോയേക്കുന്ന ഹിന്ദുക്കൾ, എല്ലാവരുടെയും കാര്യമല്ല, 99% ആൾക്കാരും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യില്ല, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ പോയേക്കുന്ന വിവരദോഷികൾ ഇതൊന്നും മനസ്സിലാക്കുക. ഇത് തെളിയിക്കപ്പെടേണ്ടത് ഹിന്ദുക്കളുടെയും കൂടി ആവശ്യമാണ്.